ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് കടക്കാൻ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ വൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ പ്രമോ വിശേഷം പറയാൻ ഞാൻ എത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പ്രമോ ഒക്കെ കിട്ടിയില്ലേ? നമ്മുടെ നയനിയും ദേവയാനിയും എല്ലാവരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം കനകയും ഗോവിന്ദനും അറിയാൻ പോവുകയാണ്. ആദർശിന്റെ കുട്ടിയാണ് ചന്തുമോള്. സത്യം പറഞ്ഞാൽ ആദർശിന്റെ കുട്ടിയല്ല ചന്തുമോള്. അതിന്റെ DNA റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പിന്നിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും വീണ്ടും ആദർശിന്റെ കുട്ടിയായിട്ട് തന്നെ നമ്മുടെ ചന്തുമോള് വളരാൻ പോകുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മുടെ നവ്യയും അഭിയും തമ്മിലുള്ള ബന്ധം തകരാതിരിക്കാനും അതുപോലെ നമ്മുടെ നവ്യയുടെ ജീവിതം തകരാതിരിക്കാനും, നവ്യയുടെ സ്വഭാവം അറിയാലോ. നവ്യ ഇനിയിപ്പം ഏതും ആയിക്കോട്ടെ, നമ്മുടെ നവ്യ നയനെ പോലെയല്ല, സൗമ്യമായിട്ടുള്ള സ്വഭാവമല്ല. ഇനി അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ വലിയ പ്രശ്നമാകും. അതുപോലെ തന്നെ നമ്മുടെ അഭിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടായി തീരുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചന്തുമോളെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്, നമ്മുടെ ആദർശിന്റെയും നയനിയുടെയും കുഞ്ഞായിട്ട് തന്നെ ചന്തുമോള് വളരട്ടെ എന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഞാൻ പോകുന്നില്ലേ. അപ്പം അനന്തപുരി തറവാട്ടിലേക്ക് നവ്യ കയറി വരാൻ പോവാണ്. അങ്ങനെ നവ്യ കയറി വരുന്നു. അതിനോടൊപ്പം അറിയാലോ, ആ വലിയൊരു സത്യവും അറിയാൻ പോവുകയാണ് കനകയും ഗോവിന്ദനും. അപ്പൊ അതിന്റെ ഒരു ചെറിയ പേടിയൊക്കെ നയനയ്ക്കുണ്ട്. അപ്പൊ ഇവര് നേരെ അനന്തപുരി തറവാട്ടിൽ വന്നിറങ്ങി നവ്യ കുഞ്ഞുമായിട്ട് വന്നിറങ്ങുന്നു. ആകെ മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമാണ്. കുഞ്ഞ് ആദ്യമായിട്ട് കയറി വരുന്നതാണല്ലോ. അപ്പൊ നല്ല പൂജകളും കാര്യങ്ങളും നിലവിളക്കും ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി തന്നെ നിലവിളക്ക് കൈ കൊടുത്ത് കുഞ്ഞിനെ ഏറ്റുവാങ്ങി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. നയനയാണെങ്കിലും വല്ലാത്തൊരു പരിഭ്രാന്തിയൊക്കെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്തായി തീരും ഇനി അങ്ങോട്ടേക്കുള്ള അവസ്ഥ എന്നൊന്നും അറിയില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചടങ്ങ് നടന്നു. നമ്മുടെ നവ്യനെ അകത്തേക്ക് കയറ്റിക്കൊണ്ടൊക്കെ പോയിട്ട് കനകയും ഗോവിന്ദനും ഒക്കെ അവിടെ ഇരുന്നു. നയന നേരെ മുകളിലേക്ക് പോയി. ആദർശേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ആദർശേട്ടൻ മുകളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് പോയി, ആദർശന്റെ അടുത്തേക്ക് പോയി. ആദർശ് അതിനു മുമ്പ് ഇറങ്ങി വന്നായിരുന്നു കേട്ടോ. ആദർശ് ഇറങ്ങി വന്ന് ഈ ചടങ്ങുകൾക്കൊക്കെ ആദർശവും പങ്കെടുത്തായിരുന്നു. അപ്പം മേളിലേക്കൊക്കെ കയറിപ്പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. കനകേനെയും ഗോവിന്ദനെയും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അറിയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ടൊരു സമാധാനവും ഇല്ലല്ലോ. ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല, കാണേണ്ട ആളെ കാണുന്നില്ലല്ലോ, വേറൊരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തിയേ ആളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജാനകി പറഞ്ഞത്, വേറെ എവിടെ പോകാനാ, ഇവിടെ തന്നെ കാണും, വേറെ എങ്ങോട്ട് പോകാനാ, ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ ജാനകി പറഞ്ഞെടുത്തില്ല, വായെടുത്തില്ല. അതിനു മുമ്പ് ദേ നമ്മുടെ ചന്തമോളെയും കൂട്ടി നയനെ ഇറങ്ങി വരികയാണ്. സ്റ്റെപ്പിന് താഴേക്ക് ഇങ്ങനെ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ ഇറങ്ങി വന്ന ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ കനകയും ഗോവിന്ദനും ഇങ്ങനെ നോക്കുക, ഈ കുട്ടീനെ നോക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് ഗോവിന്ദൻ, ഇതേതാ ഈ കുഞ്ഞ്? അല്ല നയനമോളെ, ഇതാ ആരുടെ കുഞ്ഞാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത വായിലെ നമ്മുടെ നമ്മുടെ ജലജ പറയാണ്, ഇത് വേറെ ആരുടെ കുഞ്ഞാ? ഇത് ആദർശിന്റെ കുഞ്ഞാ. പെട്ടെന്ന് ജലജയും ഗോവിന്ദനും ഞെട്ടിപ്പോയില്ലേ. പെട്ടെന്ന് എവിടെ നിപ്പോ ഒരു ആദർശിന്റെ കുഞ്ഞിന് പൊട്ടി മുളയ്ക്കാനാണ്. പെട്ടെന്ന് കനക ഇങ്ങനെ എണീറ്റിട്ട്, എന്താ പറഞ്ഞത്? ആദർശിന്റെ കുഞ്ഞാണെന്നോ? എന്താ ജലജയ്ക്ക് വട്ടായോ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാനായിട്ടെന്ന് ചോദിച്ചപ്പോ, എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് വട്ടാകാതെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊന്നും വലിയ രീതിയിൽ ആരോടും പറയാതിരുന്നതല്ലേ. എന്തിനാ വെറുതെ നമ്മുടെ മൂക്കിന്റെ പല്ലിന്റെ ഇട കുത്തിയിട്ട് നമ്മൾ നാറ്റിക്കുന്നുണ്ട കാര്യമില്ലല്ലോ. ഏതായാലും കാണ്, ആദർശിന്റെ കുഞ്ഞിനെ കാണ്. പിന്നെ മകൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമുണ്ട കാര്യമില്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു, എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? എന്താ മൂർത്തി സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് മൂർത്തിയുടെ മുമ്പിലും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില്. അപ്പോഴത്തേക്കും നയനെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ അമ്മയും അച്ഛനും വിഷമിക്കണ്ട, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഇത് ആദർശേട്ടന്റെ കുഞ്ഞ് തന്നെയാണ്. ഈ കുഞ്ഞ് ഇനി എൻ്റെ കുഞ്ഞും കൂടെയാണ്. ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു എൻ്റെ കുഞ്ഞായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരക്കുട്ടിയായിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന്. വീണ്ടും ഒരു ഞെട്ടലാണ് നമ്മുടെ ഗോവിന്ദൻ കനകയ്ക്കും ഉണ്ടായത്. അപ്പൊ മൂർത്തി പറഞ്ഞു, ഗോവിന്ദ,
കനകദുർഗയെ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ മാറ്റി പറയുന്നില്ല. പക്ഷേ ഇതിൽ ഒരു സത്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതുക എന്നിങ്ങനെ പറഞ്ഞപ്പം എന്താ മൂർത്തി സാറേ, എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദർശിന്റെ കുഞ്ഞോ, നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? എന്തെങ്കിലും ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? മോളെ നയനി, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വിഷമിക്കരുത്, ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടന്റെ കുഞ്ഞ് അത് എന്റെ കുഞ്ഞാണ്, ആദർശേട്ടന്റെ കുഞ്ഞ് എന്റെയും കൂടെ കുഞ്ഞാണ്, അതിപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതായിരുന്നു അമ്മേ, പക്ഷേ ഇതൊക്കെ നിങ്ങളോട് പറയാനേ എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു. അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും, അച്ഛനും അമ്മയും എന്ത് കരുതും, അച്ഛനും അമ്മയും വേറെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു പോയി. ഇവക്കിപ്പം വലുതുണ്ടല്ലോ, നമ്മളാരുമല്ല, ഇവളുടെ മാനവുമല്ല, ഇപ്പൊ ഇവക്ക് വലുത് ആദർശാണ്, ആദർശവീരനായ ആദർശ്. ആ ആദർശിനെ ആരും ചവിട്ടി താഴ്ത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഒന്നും ഇവളിപ്പോ സഹിക്കില്ല. അതുകൊണ്ട് ഇവളെല്ലാം ഏറ്റെടുത്തു, സ്വയം അങ്ങ് സഹിക്കുക. ഇവള് സഹിച്ച് ഈ കുഞ്ഞിനെ സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു, നവ്യേ നീ മിണ്ടരുത്, നീ എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നീ നിന്റെ ഭർത്താവ് പറയുന്നതല്ലേ നീ അറിഞ്ഞുള്ളൂ, അല്ലാതെ ബാക്കി ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ. നിന്റെ ഭർത്താവ് പറയുന്നതെല്ലാം നീ അങ്ങോട്ട് വിശ്വസിക്കുവോ, വിശ്വസിക്കാറായോ നീ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്റെ ഭർത്താവിനെ എനിക്കിപ്പം വിശ്വാസം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് ഇതുപോലൊരു തെമ്മാടിത്തരം ഇതുവരെ കാണിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ആദർശിന് വന്ന കലി, ആദർശിന് പറയാൻ പറ്റുമോ ഈ ഒരു സമയത്ത് ഞാനല്ല ഈ കൊച്ചിന്റെ അച്ഛൻ, നീ പറയുന്ന വലിയ പുണ്യാളനായ അഭിയാന്ന് പറയാൻ പറ്റുമോ? പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആദർശെല്ലാം കടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ നമ്മുടെ മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിയുകയാണ്. ആദർശ് പറയുകയാണ്, ആദർശ് നയനോട് ആദ്യം സത്യം പറഞ്ഞു. DNA റിസൾട്ട് വന്നു, ഞാനിന്ന് കിരണിനെ പോയി കണ്ടു, അത് അഭിയുടെ കുഞ്ഞാണെന്ന്. നയനയ്ക്ക് വരുന്ന കരിയും വെപ്രാളവും ദേഷ്യവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാം കടിച്ചമർത്തി ഒതുക്കിയേ പറ്റത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനി അറിയാൻ പോവുകയാണ്. അങ്ങനെ ദേവയാനിയോട് നയന തന്നെയാണ് പറയുന്നത്, അമ്മ ഇത്രയും നാളും അമ്മയുടെ മോനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, അമ്മയുടെ മോന്റെ കുഞ്ഞാണ് അതെന്നും പറഞ്ഞ ആ കുഞ്ഞിനെയും സ്നേഹിക്കാതെ അമ്മയുടെ മോനെയും അമ്മ വിശ്വസിക്കാതെ നടന്നില്ലേ? അമ്മയോട് ഞാൻ ആ സത്യം തുറന്നു പറയാം, ഈ കുഞ്ഞിന്റെ അച്ഛൻ ആദർശല്ല, ആദർശേട്ടനല്ല, അമ്മയുടെ ആദർശ് മോനല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ മോളെ ഈ പറയുന്നത്? സത്യമാ, ദേ ഈ DNA ടെസ്റ്റ് ഇതമ്മ കാണ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് അറിയില്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. ഒരിക്കലും എൻ്റെ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അമ്മയുടെ മകനെ അവിശ്വസിച്ചില്ലേ, ചെന്ന് മകനോട് മാപ്പ് ചോദിക്കാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയന. ഏതായാലും ദേവയാനി ചെന്ന് മാപ്പ് ചോദിക്കും കാലിൽ വീണ, അല്ലാതെ പിന്നെ ദേവയാനി എന്താ ചെയ്യേണ്ടത്? ഏതായാലും ദേവയാനി ചെല്ല് സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ട് മോനെ ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നവ്യയും അഭിയും ജലജയും ഒന്നും ഇപ്പം തൽക്കാലം അറിയുന്നില്ല ഈ രഹസ്യം, ഇവര് മാത്രമേ അറിയുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ കനകദുർഗയും ഗോവിന്ദനും ഈ സത്യം അറിയുന്നുണ്ട്, നമ്മുടെ നയനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും അറിയാം അവരുടെ മൂത്ത മകളുടെ ജീവിതം പോകുമെന്ന്. അപ്പൊ അതുകൊണ്ട് നയനെ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ഗോവിന്ദനും കനകദുർഗയ്ക്കും വേറെ ഒന്നുമില്ല. നമ്മുടെ ആദർശിന്റെയും നയനയുടെയും കുഞ്ഞായിട്ട് തന്നെ ആ കുഞ്ഞവിടെ വളരണം. അതുമാത്രമല്ല, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവിക്കും അത് ദോഷമാണ്. നമ്മുടെ അഭിയുടെ സ്വഭാവത്തിന് ആ കുഞ്ഞിനെ കൊന്നു കളയാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുതോട്ടോ എല്ലാവരും. നാളെ രാവിലെ കറക്റ്റ് 7:30 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് പ്രമോ വിശേഷമൊക്കെ നമ്മൾ ഇടുന്നില്ലായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ നമുക്ക് തിരക്കാന്നേ, മക്കളുടെ എക്സാമും കാര്യങ്ങളും അതുപോലെ തന്നെ പഠിപ്പീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വൈകിട്ട് നമുക്ക് ടൈം കിട്ടാത്തത് വീഡിയോസ് ഒന്നും ഇടാൻ. നമുക്ക് അവരുടെ ഭാവിയും കൂടെ നോക്കണ്ടേ, നമുക്കിതിങ്ങനെ ചെയ്യുക എന്നും പറഞ്ഞൊരു ചിന്തയിൽ ഇരുന്നാൽ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുകയൊക്കെ വേണമല്ലോ, അവരുടെ ഭാവി നമ്മുടെ കൈകളിലാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നൈറ്റൊക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രമോ ഒന്നും ഇടാൻ വരാത്തത്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പറ്റുന്ന അവസരത്തിൽ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ.